വയനാടിന് കൈത്താങ്ങാവുക എന്നത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അധികം ചെയ്യേണ്ടതും. വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് വയനാടിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് എന്തും നമുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് QR കോഡ് കാണാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയുള്ള QR കോഡാണ്. അത് സ്കാൻ ചെയ്ത് ചെറുതും വലുതുമായി എന്താണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ തുക നമുക്ക് എല്ലാവർക്കും സംഭാവന ചെയ്യാം. ഇപ്പോൾ വരുന്ന ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേർ സംഭാവന ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പുതുതായി മോഹൻലാൽ 25 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ 2 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. CPIM 25 ലക്ഷം രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ഓരോരുത്തരായി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബ്കോ 1000 ജോഡിയുടെ ചെരുപ്പ് 1000 ജോഡി ചെരുപ്പുകളാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത്. 4 ആഴ്ച വരെ കേടാകാത്ത ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുകയാണ്. ചില പാപ്പനംകോടൊക്കെയുള്ള നമുക്കറിയുന്നത് പോലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ പാപ്പനംകോട് പ്രവർത്തിക്കുന്ന CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ 4 ആഴ്ച വരെ പഴക്കം വരാത്ത കേടാകാതെ നിൽക്കുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ എത്തിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദുരന്തമുഖത്തേക്ക് തിരികെ പോകേണ്ടതുണ്ട്. ദുരന്തമുഖത്ത് നിന്ന് മുണ്ടക്കൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ സുജു ടി ബാബു ചേരുകയാണ്. സുജു, പത്തനംതിട്ടയിൽ നിന്ന് സുജു ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് എത്തിയിരിക്കുകയാണ്, ദുരന്തഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം അത് ഏത് തരത്തിലാണ് നടക്കുന്നത്? അവിടെ സുജുവിന് പിന്നിലായി രക്ഷാപ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആ ദുരന്തമുഖത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ്? അച്ഛനെ, ഇപ്പം നമ്മളുള്ളത് മുണ്ടക്കൈ പ്രദേശത്താണ്. ഇവിടെ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന വാർത്ത ഒരു പക്ഷേ ലഭിക്കുമെന്ന കരുതി തന്നെ അവിടെ നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനം അങ്ങനെയാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ റവന്യൂ മന്ത്രി അടക്കം ആവശ്യമെങ്കിൽ റഡാർ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് റഡാർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന സംശയം ഈ റഡാർ പരിശോധനയിൽ വന്നിട്ടുണ്ട്. അത്തരം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു കെട്ടിടം, അത് വീടാകാം, മറ്റേതെങ്കിലും വ്യാപാര സ്ഥാപനം കൂടിയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ താഴെയാണ് റഡാർ പരിശോധനയിൽ ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന സംശയം വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ സ്ഥിരീകരിക്കാനാവില്ല. എന്തായാലും ഈ സ്ഥലത്തുള്ള ആളുകളുടെ കൂടി NDRF സംഘമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. NDRF സംഘവും മറ്റ് ആ തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ ഈ ആളുകളോട് ചോദിച്ചറിഞ്ഞ് ഇവിടെ എത്ര ആളുകൾ ഉണ്ട് എന്ന കണക്കുകളൊക്കെ എടുത്ത് അനുമാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ ദുരിതമുണ്ടായ ശേഷം ഓരോ നിമിഷവും ആളുകൾ അഞ്ജന പറയുന്ന പോലെ പ്രാർത്ഥനയോടുകൂടിയും അതുപോലെ ആളുകളുടെ ഒരു ശ്രമവും എല്ലാം തന്നെ പരമാവധി ആളുകളെ ജീവനോടെ രക്ഷിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ആ ഒരു ആഗ്രഹവുമാണ് ഇവിടെ വെച്ച് പുലർത്തുന്ന. ഏതെങ്കിലും തരത്തിൽ റഡാർ പരിശോധനയിൽ കണ്ടത് ജീവന്റെ തുടിപ്പാണെങ്കിൽ, അത് ആ സാധ്യത ആണെങ്കിൽ അത് വലിയ ഒരു വാർത്ത തന്നെയാണ്. വലിയ ഈ ദുഃഖത്തിലും നമുക്കറിയാം 200 അധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു ഘട്ടത്തിൽ വലിയ ദുഃഖമാണ്. അതിന് എങ്കിൽ പോലും ഒരാളെയെങ്കിലും ഈ ഒരു ദിവസം ഇന്ന് വീണ്ടും ജീവനോടെ തിരികെ കണ്ടെത്താൻ സാധിച്ചാൽ അത് നിസ്സാരമായ ഒരു കാര്യം തന്നെയല്ല. തിരച്ചിൽ നടത്തുമ്പോൾ പോലും പലപ്പോഴും മൃതദേഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും പ്രതീക്ഷയും പലപ്പോഴും വെച്ചു പുലർത്താനുള്ള ഒരു മനുഷ്യൻ എങ്കിലും ജീവനോടെ രക്ഷിക്കാനാകുമോ എന്ന് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന എല്ലാ സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരെല്ലാം ആഗ്രഹിക്കുന്നതും. അങ്ങനെ തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മുണ്ടക്കയിൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തൊട്ട് നമുക്ക് ദൃശ്യങ്ങളിലെ അതിൻ്റെ ഒരു ഭീകരത സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. JCB ഉപയോഗിച്ച് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യ ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് അത്തരം കാര്യങ്ങളിലൊരു സ്ഥിരീകരണം ഈ തിരച്ചിലിനൊടുവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പരമാവധി ആളുകളെ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സ്ഥലത്ത് ഉള്ള ആളുകൾ കൂടെ വീണ്ടും എത്തിച്ച് ആ ലോക്കലായിട്ടുള്ള ആ പ്രാദേശികമായി ഇവിടെ താമസിച്ച ആളുകളെ വിളിച്ചു വരുത്തുകയും അവരോട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ രക്ഷാപ്രവർത്തകർ ആരായുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്.
ഈ മുണ്ടക്കയിൽ എത്തുമ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വാർത്താമാധ്യമങ്ങളിൽ കണ്ട ഒരു ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എത്രയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലത്തെ എല്ലാം തന്നെ കാഴ്ച അതുതന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി കാര്യങ്ങളുമായി അന്തിയുറങ്ങുന്ന ഒരു നിമിഷമായിരിക്കാം പുലർച്ചെ ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം നിരവധി ആളുകളെ വളരെ പെട്ടെന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരമാവധി ആളുകളെ ജീവനോടെ രക്ഷിക്കുക എന്ന. ഇപ്പോൾ പലപ്പോഴും പല പ്രതീക്ഷകളും കൈവിടുമ്പോഴും അവസാനമായ ഒരു പ്രതീക്ഷ ഈ തെരച്ചിൽ നടത്തുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുതന്നെയാണ് അങ്ങനെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. റഡാർ പരിശോധനയിലാണ് അത്തരം ഒരു സൂചന ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിലൊക്കെ ഇനിയും തിരച്ചിൽ തുടരുകയാണ്. റഡാർ പരിശോധന അടിസ്ഥാനത്തിൽ തന്നെയാണ് JCB ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തിരച്ചിൽ തുടരുന്നത്. അത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. കാരണം JCB ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം തിരച്ചിൽ നടത്താൻ സാധ്യമല്ല. മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇറങ്ങി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുവാനും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തന്നെ സങ്കീർണമാണ്. കാരണം തൊട്ടു മുമ്പിലുള്ള കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിട്ടിഞ്ഞ് ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോലും വീഴാൻ സാധ്യതയുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ അത്ര എളുപ്പമല്ല ഇത്തരം ഒരു രക്ഷാപ്രവർത്തനം. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും അതിൻ്റെയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ മുണ്ടക്കയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകളുടെ പ്രതീക്ഷ വിഫലമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം കരുതാവുന്നതാണ്, അങ്ങനെ ആശിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ വളരെ ഊർജ്ജമായി തന്നെ രക്ഷാപ്രവർത്തനം ഈ മുണ്ടക്കയിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് ഈ NDRFിൻ്റെ സംഘമുണ്ട്. അവരെല്ലാം തന്നെ ഈ റഡാർ സിഗ്നൽ ലഭിച്ചതനുസരിച്ചതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുവാനും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ ആളെ രക്ഷിക്കപ്പെടുത്തുവാനും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറാണ്. എന്തായാലും രക്ഷാ പ്രവർത്തനം അത് പുരോഗമിക്കുകയാണ്. മുണ്ടക്കയിൽ മേഖലയിൽ പല ഇവിടെ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഇടയ്ക്ക് മഴ പെയ്യുകയും പിന്നീട് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറ്റവും അധികം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ഈ ഒരു ജീവന്റെ സിഗ്നൽ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. അതായത് ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ട് എന്നൊരു സംശയത്തിലേക്ക് റഡാർ പരിശോധനയിൽ നമ്മൾ എത്തുന്നു. ഏറ്റവും അധികം നമുക്കൊക്കെ പ്രതീക്ഷ നൽകാവുന്ന വാർത്ത തന്നെയാണത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച ഒരു 50 മീറ്റർ ചുറ്റളവിലാണോ ഇപ്പോൾ പരിശോധന നടത്തുന്നത്? തീർച്ചയായിട്ടും അഞ്ജന, അങ്ങനെ തന്നെയാണ്. ആ പരിശോധന സിഗ്നൽ ലഭിച്ചതിൻ്റെ ആ ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ പരിശോധന നടത്തുന്നത്. അതേ ഘട്ടത്തിൽ പരിശോധന പുരോഗമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കറിയാം പോലീസ് മറ്റ് ഏതൊക്കെ തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട ആധുനികമായ സംവിധാനങ്ങളെല്ലാം തന്നെ അതിന് ശാസ്ത്രീയമായും സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പല മേഖലയിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ ആളുകളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ജീവന്റെ സിഗ്നൽ ഇവിടെ ലഭിച്ചപ്പോൾ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തു നിന്ന് കാണാതായ ആളുകളെ ക്യാമ്പുകളിൽ പരിശോധിച്ചപ്പോൾ അവിടെ ക്യാമ്പുകൾ ഇല്ല എന്ന ഒരു സൂചന ലഭിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏത് മേഖലയാണത്? മുണ്ടക്കയിലെ ഏത് മേഖലയാണ് കാണുമ്പോൾ അത് സുജു, ഇത് ഏത് മേഖലയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ആ സ്കൂളിന്റെ അവിടുന്ന് ഒരു ഏകദേശം ഒരു ഇത് അഞ്ജന, നമ്മൾ നടന്നു വരുമ്പോൾ ആ ബേലി പാലം, അതിനുശേഷം ഒരു 2 സ്കൂളുകളുണ്ട്. സ്കൂളിന് ശേഷം ഒരു പള്ളി, ആ പള്ളിക്ക് ശേഷം ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറിയായിരിക്കാം ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഒരു ജീവന്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതിനായി മണ്ണ് കുഴിക്കുന്നു. കൂടുതൽ JCBകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. അത് ഒരാൾ അതിൻ്റെ അടിയിൽ ജീവനോടെ ഉണ്ട് എന്ന് കരുതുമ്പോൾ അത്തരം ഒരു തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് അതീവ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ആ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ മുണ്ടക്കയം ഈ മേഖലയിൽ
മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുന്നു. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. NDRF സംഘം, NDRF സംഘവും സന്നദ്ധ പ്രവർത്തകരും മറ്റ് സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവശത്തായി നിൽക്കുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, അതായത് ഒരാൾ അഥവാ കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വൈകിയ വേളയിലും ഒരുപക്ഷെ നിരാശാജനകമായ വാർത്തകൾ തുടരെ വരുമ്പോഴാണ് ഒരു ജീവന്റെ സിഗ്നൽ, ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത പുറത്തു വരുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഇവിടെ എൻ്റെ ചുറ്റും ഈ കാണുന്ന രക്ഷാപ്രവർത്തകർ, ഇവിടെ എത്തിയ ആളുകൾ എല്ലാം തന്നെ. ഇവിടെ ഇപ്പോൾ സന്ദർശകരായി ആരും തന്നെയില്ല, രക്ഷാപ്രവർത്തകരാണ് ഇവിടെ നിൽക്കുന്നതിൽ ഏറിയ പങ്കാളികളും മാധ്യമ പ്രവർത്തകരും. ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാം പ്രതീക്ഷ ഈ ജീവന്റെ സിഗ്നലാണ്. അതിൽ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. നമുക്കറിയാം സുരക്ഷാ സേന ഈ സേന പ്രവർത്തകരും NDRF സംഘവും മറ്റ് ആയുധങ്ങളുമായി ഈ JCB കൊണ്ട് മണ്ണ് മാറ്റുന്ന ആ സ്ഥലത്തെത്തി അവരുടെ പരിശോധന അതിലേക്ക് ഇപ്പോൾ JCB ഒരുപക്ഷെ മാറ്റി ഇവർ തന്നെ മണ്ണ് മാറ്റി പരിശോധന ആരംഭിക്കുമോ എന്നാണ് ആരാണ് സാധ്യത. അതിനായുള്ള തയ്യാറെടുപ്പുകളും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇപ്പോഴും ഈ ജീവന്റെ സിഗ്നൽ, ജീവന്റെ തുടിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഞ്ജന വിശേഷിപ്പിച്ച പോലെ ഒരു ജീവന്റെ സിഗ്നൽ തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനായുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും അതുപോലെ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന സേനാ വിഭാഗങ്ങളും NDRF എല്ലാം തന്നെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുന്നു. അവിടെ ആ റഡാർ സിഗ്നൽ ലഭിച്ച ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ പരിശോധന. ആ മേഖലയിലേക്ക് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നുമില്ല. അവിടെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തി എത്ര മീറ്റർ താഴെയാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ആ മേഖലയിൽ ആ സ്ഥലത്ത് കൃത്യമായി കുഴിയെടുത്ത ശേഷം മണ്ണ് മാറ്റിയ ശേഷം NDRFും സേനയും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ ഒരുപക്ഷെ കൈകൊണ്ട് തന്നെ മണ്ണ് മാറ്റുവാനുള്ള സാധ്യതയാണുള്ളത്. അതിനായി തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ നിമിഷം ഒരു പ്രതീക്ഷയുടെ വാർത്ത തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്. വലിയ ആ പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷം നമുക്കുള്ളത്. നമുക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചോളം ഏവരും, മലയാളികൾ മാത്രമല്ല, നമുക്കറിയാം ഇത് ദേശീയ മാധ്യമങ്ങളും ഇന്ത്യയൊരുപാടും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ വാർത്ത, ആ പ്രതീക്ഷയുടെ വാർത്ത അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഇവിടെ നിൽക്കുന്നവരും ഒരുപക്ഷെ കാണുന്നവരും എല്ലാം തന്നെ ആഗ്രഹിക്കുന്ന അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ മണ്ണ് മാറ്റി വിശദമായി പരിശോധന നടത്തുകയാണ്. അത് കൃത്യമായ വയർലെസ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട്, അതിൻ്റെതായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയുള്ള നിരീക്ഷണമാണ് അഞ്ജന പുരോഗമിക്കുന്നത്. സുജുവാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മണിക്കൂറിലെ ഏറ്റവും നമുക്ക് വളരെയധികം പ്രതീക്ഷയും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ മുണ്ടക്കൈയിൽ പരിശോധന നടക്കുന്ന, നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രദേശത്ത് ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നൊരു സംശയമുണ്ടാകുന്നു. റഡാർ വെച്ച് നടത്തിയ പരിശോധനയിൽ, സ്കാനർ വെച്ച് നടത്തിയ പരിശോധനയിൽ ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജീവന്റെ തുടിപ്പ് ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഉറപ്പിക്കാൻ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. പക്ഷേ നമുക്ക് അത് നൽകുന്ന പ്രതീക്ഷ അത് ഒട്ടും ചെറുതല്ല. കാരണം 4ാം നാളാണ് ദുരന്തം നടന്ന 4ാം നാൾ. ഇന്ന് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളെ നമ്മൾ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതുപോലൊരു പ്രതീക്ഷ തന്നെയാണ് ഈ മുണ്ടക്കൈയിലും. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ദുരന്തം ഏറ്റവും അധികം ബാധിച്ച ദുരന്തം ബാധിച്ച മേഖലയാണ്. ഈ ഒരു സംഭവം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഒറ്റപ്പെട്ടുപോയ പ്രദേശമാണ്. എത്രയോ ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ആ പ്രദേശത്താണ് ഇന്ന് വിപുലമായ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു. ആ ഒരു പരിശോധനയുടെ ഭാഗമായാണ് അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ഈ റഡാർ സിഗ്നൽ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ ദൗത്യ സംഘം അവിടെ പരിശോധന നടത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശവാസികളും ഈ ഒരു സംഘത്തിലുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. കാരണം ഈ ഒരു പ്രദേശം അത് അറിയുന്നത് കൂടുതലും പ്രദേശവാസികൾക്കായിരിക്കും. ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് മുണ്ടക്കൈയൊക്കെ മാറിപ്പോയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏത് പ്രദേശമാണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള ഏറ്റവും പുതിയ വിവരം, ജീവന്റെ സിഗ്നൽ മുണ്ടക്കൈയിൽ നിന്ന് ലഭിക്കുന്നു. ഒരു
സിഗ്നൽ അവിടെ നിന്ന് ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ട് എന്ന രീതിയിലേക്ക് ഒരു റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. അവിടെ NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ അംഗങ്ങൾ, ദൗത്യസംഘ അംഗങ്ങൾ അവിടെയുണ്ട്. അവർ പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു. പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സുജു, ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴുള്ള ഒരു സംശയമാണ്, ഈ കോൺക്രീറ്റ് പാളിയൊക്കെ നീക്കിക്കൊണ്ടുള്ള അതിൻ്റെ ഇടയിലാണോ ആ മണ്ണുമാന്തി ഇപ്പോൾ JCB അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിന് താഴെയായിട്ടാണോ ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ളതാ? അഞ്ജന, ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന 8 മീറ്റർ താഴ്ചയാണ് ഒരു ജീവന്റെ തുടിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 8 മീറ്റർ താഴ്ചയിൽ ഒരു 50 മീറ്റർ ചുറ്റളവോളം ആ സ്ഥലം മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 8 മീറ്റർ താഴ്ചയിൽ ഉണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് പാളികളും മണ്ണിൻ്റെ അവശിഷ്ടങ്ങളും മാറ്റി വളരെ സൂക്ഷ്മതയോടെ പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കാരണം ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത്തരം സിഗ്നലുകൾ ലഭിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ അത്തരം മേഖലയിൽ പരിശോധന നടത്താൻ സാധിക്കുമുള്ളൂ. ആദ്യം മുതൽ തന്നെ രക്ഷാദൗത്യം ആരംഭിക്കും മുതൽ തന്നെ പരമാവധി ആളുകളെ ജീവനോടെ രക്ഷിക്കുക എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ ദൗത്യം. അതിനായി തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യവും അതുതന്നെയാണ് നമ്മളോട് പറയുന്നതും. ഇപ്പോൾ NDRF സംഘം, സേന, മറ്റ് ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവർ തയ്യാറായി നിൽക്കുന്നത് ഈ സിഗ്നൽ ലഭിച്ചെടുത്ത് JCB ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 8 മീറ്ററോളം താഴ്ചയിൽ മണ്ണ് മാറ്റുക, കുഴിച്ചു മാറ്റുക. അതിനുശേഷം അവർ കൈകൾ ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ പിക്കാസ്, മറ്റ് തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മണ്ണ് മാറ്റാൻ തന്നെ ലക്ഷ്യം വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ JCB പരിശോധന ഏതാണ്ട് 8 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു മണ്ണ് മാറ്റി പരിശോധനയിലേക്ക് കടക്കും. ഇപ്പോൾ അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. NDRF സേനയും ഇതിന് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു സിഗ്നൽ ലഭിക്കുന്നത്. അത് നേരത്തെ തന്നെ മന്ത്രി ഉൾപ്പെടെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്ന കാര്യം തന്നെയായിരുന്നു. ഈ മുണ്ടക്കൈ ഹിൽ ടോപ്പിലാണ് ഇത്തരം ഒരു പരിശോധനയിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ആ പ്രതീക്ഷ നമുക്കറിയാം. 3-ാം നാളാണ് ഈ അപകടം നടന്ന ശേഷം 3-ാം നാളിലും തെരയുന്നത് ജീവന്റെ തുടിപ്പ് തന്നെയായിരുന്നു. ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശവാസികളൊക്കെ ഈ സംഘത്തിലുണ്ട്. അപ്പോൾ ഈ കെട്ടിടം ഏതാണ്, എന്ത് കെട്ടിടത്തിന്റെ അവശേഷിപ്പാണ് അതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ക്യാമറമാൻ സ്ഥലത്തിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി പള്ളി, ഒരു സമീപത്തൊരു പള്ളിയുണ്ട്. അതിന് മുമ്പിലുള്ള ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു തിരച്ചിലാണ്. ആ പള്ളിയിലേക്ക് ദൃശ്യങ്ങൾ കാണിക്കാവുന്നതാണ്. ഒരു പള്ളി, അതിന് മുമ്പിൽ ഉള്ളൊരു കെട്ടിടമാണ്. നമ്മൾ ആ കെട്ടിടത്തിന് മുൻവശത്തേക്ക് എത്തുന്നതിന് മുമ്പാണ് ഇത്തരം ഒരു സുരക്ഷാ സേനയിൽ, ഈ രക്ഷാ ദൗത്യ സേനയിൽ നിന്ന് ഇത്തരം ഒരു സൂചന നമുക്കൂടെ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പള്ളിയുടെ ആ കെട്ടിടത്തിന് മുൻവശത്തേക്ക് കടക്കാതെ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പിൻവശത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ പിൻഭാഗത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കെട്ടിടത്തിൽ നിരവധി ആളുകൾ താമസിച്ചിരുന്നു. അതിൽ എല്ലാ ആളുകളെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഡ്രോൺ ഉൾപ്പെടെ പരിശോധനയും ഈ സ്ഥലത്ത് നടത്തുന്നുണ്ട്. ഡ്രോൺ പരിശോധന അതിൻ്റെ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായി JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പരിശോധനയാണ് ഡ്രോൺ പരിശോധന. അതിൽ ഒരു ചെറിയ തെറ്റായ ഒരു വിവരമാണ്. അതല്ല, ഇപ്പോൾ നടത്തുന്നത് JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന തന്നെയാണ് കൃത്യമായി നടത്തുന്നത്. എന്തായാലും ഈ പരിശോധന വേളയിൽ അത് നമുക്ക് ഇതിനിപ്പോൾ എത്ര സമയമെടുക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു പറയാൻ സാധ്യമല്ല. കാരണം വളരെ സൂക്ഷ്മതയോടെ ഒരാളുടെ ജീവൻ അത് ഉണ്ടെങ്കിൽ ആ ജീവൻ കൃത്യമായി സൂക്ഷ്മതയോടെ വീണ്ടെടുത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യവും അതുപോലെ NDRF സേനയും നടത്തുന്നത്. അതിനായുള്ള വലിയ ഒരു പരിശ്രമമാണ്. അതിനാൽ തന്നെ സുരക്ഷിതമായി തന്നെ അത് മണ്ണ് മാറ്റണം. കാരണം ആ മണ്ണ് മാറ്റുന്നതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അപകടത്തിൻ്റെ ആഘാതം പിന്നെയും വർദ്ധിക്കാൻ സാധ്യമല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NDRF സംഘം വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത്. ഒരു സിഗ്നൽ പരിശോധന നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ പരിശോധന അതിൻ്റെ
ആ പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇത്തരം ഒരു സൂചന ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്ന റഡാർ പരിശോധന ലഭിച്ചിരിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഏതാണ്ട് 8 മീറ്റർ താഴ്ചയിൽ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടെന്നാണ്. അത്തരം ഒരു സിഗ്നൽ പുറത്തു വരുന്നതോടുകൂടി തന്നെ ഈ സ്ഥലത്തുള്ള, അതായത് ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ കൃത്യമായി അറിയാവുന്ന ആളുകളെ ഈ രക്ഷാ ദൗത്യ സേന വിളിച്ചു വരുത്തുകയും അവരോട് കൃത്യമായി ഇവിടെ ആരൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ കെട്ടിടത്തിന്റെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കെട്ടിടത്തിന്റെ പിൻഭാഗമാണ്. അതിന്റെ ഒരു പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിന്റെ പുറകോട്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം കോൺക്രീറ്റ് കൂനകൾ അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇവിടെ ഇത്രയും കുന്നുകൂടി കിടക്കുന്നത്. ഒരു പക്ഷേ ഈ കാണുന്ന നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇരുനില കെട്ടിടമാണ്. അതിൻ്റെ മുൻഭാഗം റോഡ് പിൻഭാഗത്തോട്ടുള്ള ഭാഗത്ത് ഒരു പക്ഷേ മറ്റ് കെട്ടിടം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഒരു ദൃശ്യങ്ങളിലും വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത് ഈ ഒരു സ്ഥലത്ത് ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഉറപ്പിക്കുന്ന 2 തരത്തിലാണ്. ഒന്ന്, റഡാർ പരിശോധനയിൽ കൂടെ ജീവന്റെ ഒരു തുടിപ്പ് കണ്ടെത്തുന്നു. മാത്രമല്ല ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ആളുകളെയും കൊണ്ട് എത്തിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നു. ആ കാര്യത്തിൽ അവരോട് ആശയവിനിമയം നടത്തുന്നു. ആ ആശയവിനിമയത്തിൽ ലഭിച്ച വിവരങ്ങൾ അത് എന്താണെന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ സാധ്യമല്ല. കാരണം അത് ഉദ്യോഗസ്ഥരും നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ ഈ എത്തിയ ആളുകളും തമ്മിൽ നടത്തുന്ന ആശയവിനിമയമാണ്. അതിനുശേഷമാണ് സുജുവിലേക്ക് നാം പ്രേക്ഷകർ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സുജു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതനുസരിച്ച് JCB ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം ഒരു പരിശോധനയിലേക്ക് അവർ കടന്നിരുന്നത്. പക്ഷേ ഇപ്പോഴാ ആ കെട്ടിടത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയുമൊക്കെ മാറ്റുന്നതിന് വേണ്ടി അവർ ഇപ്പോൾ NDRFന്റെ നേതൃത്വത്തിൽ കമ്പിയും അതോടൊപ്പം തന്നെ കമ്പിപ്പാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു നിമിഷം നമ്മളൊക്കെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സുജുവിൻ്റെ ക്യാമറയിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. അതൊരു ജീവന്റെ പ്രതീക്ഷയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ജീവന്റെ സിഗ്നലാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിലെ ഏറ്റവും അധികം ദുരന്തബാധിത മേഖലയായ മുണ്ടക്കൈയിൽ ഒരു ജീവന്റെ സിഗ്നൽ ഉണ്ട് എന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആ ഒരു കെട്ടിടം നേരത്തെ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. ആ ഒരു പള്ളിയുടെ മുൻവശത്തുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തായാണ് ഇപ്പോഴൊരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന സിഗ്നൽ റഡാർ പരിശോധനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു പരിശോധനാ ബലത്തിൽ ആ ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. നിലവിൽ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ പ്രക്രിയ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അത് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു JCB ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ NDRFന്റെ ദൗത്യ സംഘാംഗങ്ങൾ ഇപ്പോൾ കമ്പിയും കമ്പിപ്പാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവിടെ നിന്ന് മണ്ണും ചെളിയും ഒക്കെ മാറ്റിക്കൊണ്ട് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.